ത്തോളം അല്ലദീന ഞാൻ ഓതി വെച്ച ആയത്തിന് അല്ലദീന യൻഖുദൂന അഹദല്ലാഹ് മിൻ ബഅദി മീസാഖിഹി. അഹദൊന്ന് വേറെയാണ്, മീസാഖ് ഒന്ന് വേറെയാണ്. അപ്പോൾ മീസാഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം ഒരു ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ആ ഉടമ്പടിയെ രണ്ടാമത് ഉറപ്പിക്കലിനേക്കാണ് മീസാഖ്. തൗക്കീദുൽ അഹദ്, അഹദിനെ തൗക്കീദ് ചെയ്യാം. അപ്പോൾ അതെല്ലാം വേറെയും പല അർത്ഥങ്ങൾ അയിമത്ത് മശായിഖന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, അപ്പോൾ ഒരു ഉടമ്പടി എന്ന് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഉടമ്പടിയുണ്ട്. അള്ളാഹു ആരൊക്കെയോടൊക്കെയാണ് ഉടമ്പടി ചെയ്യാൻ പറഞ്ഞത് ആ നിലക്കുള്ള ഉടമ്പടികളൊക്കെ ഉണ്ട്. നമ്മൾ പാസ്ഥാനികമായുള്ള ഉടമ്പടികളുണ്ടാവും, സാമുദായികമായി പലരോടും ചെയ്യണ പല ഉടമ്പടികളൊക്കെ ഉണ്ട്. ആ ഉടമ്പടികൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ഉടമ്പടികളെ നഖ്ദ് ചെയ്യാൻ പാടില്ല, അതിനെ പൊളിച്ചു കളയാൻ പാടില്ല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ഉടമ്പടികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉടമ്പടികൾ പൂർത്തിയായി വിടുന്നതിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ഉടമ്പടികളെയും പ്രത്യേകം ഇൽത്തിസാമ് ചെയ്തു എന്നാണ്. കാരണം മക്കത്ത് നിന്ന് മദീനത്തേക്ക് ഹിജറ ചെന്നപ്പോൾ യഹൂദികളുമായിട്ടൊരു ഉടമ്പടി ഉണ്ട്. ആ ഉടമ്പടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ പൂർത്തീകരിച്ചു കൊടുത്തു, അതിനെ ശ്രദ്ധിച്ചു നിന്നു. ഹുദൈബിയ സന്ധിയിൽ വെച്ചുകൊണ്ടിട്ട് മുശ്രിക്കുകളുമായുള്ളൊരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ ശ്രദ്ധിച്ചു, അതിനെ പൂർണ്ണമായും കൊണ്ട് അതുപോലെ അത് നിറവേറ്റി. ഇങ്ങനെ മതത്തിൻ്റെ ആളുകളോടുള്ള ഉടമ്പടി എന്ന് മാത്രമല്ല, ഏത് മതസ്ഥരോടും നമ്മൾ ഏത് ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ആ ഉടമ്പടി നമ്മൾ പൊളിച്ചു കളയാൻ പാടില്ല. എന്നങ്ങനെയല്ല, നമുക്ക് പലരോടും പലതരത്തിലുള്ള ഉടമ്പടികളൊക്കെ നമ്മൾ ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് തന്നെ പലരും ബിസിനസ് ആവശ്യത്തിന് പലരോടും പൈസ പല ഉടമ്പടികളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിനെ പിന്നീട് സ്വീകരിക്കുന്ന നിലക്കുള്ള വസീഖത്തുകളൊക്കെ രേഖകളൊക്കെ കൈമാറ്റം ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിനെ പൊളിച്ചു കളയാണ് ചെയ്യണത്. അപ്പോൾ ഏത് നിലക്കുള്ള ഉടമ്പടികളാവട്ടെ ആ ഉടമ്പടികളെ പൊളിച്ചു കളയാം. പിന്നെ അള്ളാഹു ചില ബന്ധങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. കുടുംബബന്ധം, ഉസ്താദന്മാരുമായുള്ള ബന്ധം, പ്രസ്ഥാനികമായ ബന്ധം, സാമുദായികമായ ബന്ധങ്ങൾ, മറ്റ് മതസ്ഥരുമായുള്ളതായ അതിന് അനുവദിക്കപ്പെട്ടതായ അതിൻ്റെതായ ബന്ധങ്ങൾ. ഈ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ. ആ ബന്ധങ്ങളെ പൊളിച്ചു കളയണത് പാടില്ല. ആ പൊളിച്ചു കളയുന്ന ആളുകളും അതോടൊപ്പം യുഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ പല നിലക്കുള്ളതായ ഫസാദുകളുമായിട്ട് ഇപ്പം നടക്കേണ്ടതല്ലേ. ഭൂമി പല നിലക്കുള്ള ഫസാദുകളാണ് എഴുതി വിടുന്നത് പലരും. ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് എന്താ? ഉലായിക ഹുമുൽ ഖാസിറൂൻ, അവരെല്ലാ നിലക്കും നഷ്ടപ്പെട്ടതായ ആളുകളാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, മുഅ്മിനീങ്ങളാവുന്ന നമ്മൾക്ക് ഒരുപാട് അഹദുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ അഹദുകളുമായി പിടിച്ചു നിൽക്കാൻ വേണ്ടി, അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പാസ്ഥാനികമായുള്ളതായ പല അഹദുകളുണ്ടാവും, സംഘടനാപരമായ പല അഹദുകളും, പല മനുഷ്യരോട് വ്യവസായപരമായ പല അഹദുകളും, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച മനുഷ്യന്മാരോടും മറ്റൊക്കെ ചെയ്യേണ്ട പല അഹദുകളും, അള്ളാഹുമായുള്ളതായ പല അഹദുകളും. ഈ അഹദുകളെ പൂർത്തിയായി വിടാൻ നമ്മളാരും സന്നദ്ധരാവണില്ല. അങ്ങനെ സന്നദ്ധരായിട്ടില്ലെങ്കിൽ ഇവിടെ എന്താവുന്നറിയോ? അത് കാരണമായിട്ട് ഇവിടെ ഭൂലോകത്ത് ഫസാദ് ഉണ്ടായിത്തീരും. അത് മാത്രമല്ല, ആ ഫസാദിന് തീ കൊളുത്തുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഈ ലോകത്ത് ഫസാദുകളെ കൊണ്ട് നിറയപ്പെടുന്നതായ ഒരു കാലഘട്ടം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവനിൽ ഉണ്ടാവേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അവന് നന്മകൾ ഉണ്ടാവണം. ആ നന്മകൾ വളർത്താൻ വേണ്ടി അവൻ ശ്രമിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസാണ്. 4 കാര്യങ്ങൾ ഒരുത്തനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവനെ പറ്റി മുനാഫിഖ് എന്നല്ല പറയേണ്ടത്, അവൻ ഒറിജിനൽ മുനാഫിഖാണെന്ന് അവനെ പറ്റി പറയണം. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വമൻ കാനത്ത് ഫീഹി ഖസ്ലത്തുൻ മിൻ നിഫാഖ്, വമൻ കാനത്ത് ഫീഹി ഖസ്ലത്തുൻ മിൻഹുന്ന, ഈ 4 കാര്യങ്ങൾ എന്നുള്ള ഏതെങ്കിലും ഒരു കാര്യം ഒരുത്തനിൽ ഉണ്ടായി തീർന്നാൽ നിഫാഖിന്റെ ഒരു കാര്യം അവനിലുണ്ടായി.
അങ്ങനെ അങ്ങനെ ആ കാര്യത്തിന് ഇച്ചാൽ കുഴപ്പമില്ല. അല്ല ഞാൻ ഓനിൽ നിഫാഖിന്റെ ഒരു കാര്യം ഉണ്ടായി. അവൻ അസ്ലി ഒറിജിനൽ മുനാഫിക്കാണെന്ന് റസൂൽ അവനെ പറ്റി വിശേഷിപ്പിച്ചത്. എന്നിട്ട് ആ കാര്യത്തിനെ പറ്റി പറഞ്ഞു, ഇത് തുമിന ഖാന, ഒന്ന് വിശ്വസിക്കപ്പെട്ടാൽ അവൻ വഞ്ചിക്കുക. ഒരാളോട് നമുക്ക് വിശ്വാസം വെച്ചു അവനെ, അങ്ങനെ വിശ്വസിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചില വാർത്തകൾ അവനോട് കൈമാറുന്നു, അങ്ങനല്ലേ? അല്ലെങ്കിൽ അവനെ വിശ്വസിച്ചിട്ട് ചിലപ്പോൾ അവനെ ചില സംഗതികൾ കേൾപ്പിച്ചിട്ടുണ്ടാവും. അതിനെ വഞ്ചിക്കുക എന്നുള്ളത് ഒരു മുനാഫിഖിന്റെ അടയാളമാണെന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞാൽ എഴുതിയാലൊക്കെ പൊള്ള ചെയ്തുള്ളൂ. ഇന്ന് വാട്സപ്പിലൊക്കെ നടന്നുകൊണ്ടിരിക്കണേ, പറഞ്ഞാൽ പൊള്ളു പറയാന്ന് മാത്രമല്ല വാക്കിന്റെ അർത്ഥം. പറഞ്ഞാൽ പൊള്ളു പറയും, എഴുതിയാലും പൊള്ള എഴുതുള്ളൂ. അങ്ങനത്തെ പരിപാടികൾ ഇത് മുനാഫിഖുകളുടെ അടയാളങ്ങളാണ്. വെറുതെ ജനങ്ങളുടെ ഇടയിൽ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി പലതും എഴുതുക, ഉള്ളതും ഇല്ലാത്തതും ഒക്കെ എഴുതുക. അപ്പൊ അതാണ് മറ്റൊന്ന് ഉടമ്പടി ചെയ്താൽ ആ ഉടമ്പടിക്ക് പുല്ല് വിലയില്ലാതെ അതിനെ പൊളിച്ചു കളയണത്. ഈ അവസ്ഥ ഒരുത്തലിൽ ഉണ്ടായി തീർന്നാൽ അവനും ഒറിജിനൽ മുനാഫിഖ് തന്നെയാണ്. ഫജറ, അവനോട് തർക്കം കൂടുകയാണെങ്കിൽ അവൻ വേണ്ടാത്തതേ തോന്നിവാസേ പറയുള്ളൂ. അങ്ങനല്ലേ ചില ആളുകളുടെ സ്വഭാവങ്ങളെന്ന്? അങ്ങനല്ലേ? അത് പറച്ചിൽ മാത്രമല്ലേ, എഴുതിയാലും മതി. അതൊക്കെ തീപ്പെട്ട് ഫജറാന്ന്. അപ്പൊ അവനായിട്ട് തർക്കം കൂടിയാൽ അല്ലെങ്കിൽ അവനക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവൻ ഇങ്ങോട്ട് പറയുന്നത് എന്തായിരിക്കും? വളരെ മോശമായ വർത്തമാനങ്ങളായിരിക്കും. അവന് ഒരു മോമിനിക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റാത്ത പദങ്ങളായിരിക്കും അവൻ ഉപയോഗിക്കാം. ഇതാണ് ഇപ്പം ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ട് സംഭവങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഉടമ്പടിയെ പൊളിച്ചു കളയുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർത്താൻ പറഞ്ഞ ബന്ധങ്ങളെ എന്താക്കുക, അതിനെ മുറിച്ചു കളയുക. യുഫ്സിദൂന ഫിൽ അർള്, അതിനെ തുടർന്നുണ്ടാവുന്ന സംഭവമാണ് ഇഫ്സാദു ഫിൽ അർള്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക എന്നാണ്. ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ ഈ പാടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ്. അപ്പൊ എല്ലാം നഷ്ടപ്പെട്ടതായ ഒരു വിഭാഗമായി കൊണ്ട് നമ്മൾ മാറി. പിന്നെ എങ്ങനെ നമ്മളെ ഫലനിൽക്കും പരീക്ഷിക്കപ്പെടാതിരിക്കുക? അപ്പൊ എല്ലാ നിൽക്കുള്ളതായ നഷ്ടവും ഉള്ള പൂർണ്ണമായി നഷ്ടപ്പെട്ടവര് എന്ന് പറയാൻ പറ്റുന്നതായ ഒരു വിഭാഗമായി കൊണ്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പൊ മഹാന്മാര് പറഞ്ഞതുപോലെ ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്കഉ എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിനെ പേടിക്കണ ചില ആളുകൾ ഇവിടെ ഇല്ലെങ്കിൽ, വസ്ബിയത്തും മിനൽ യതാമ, അള്ളാഹു കുട്ടികൾ മലപിടിക്കണ കുട്ടികളും ഇല്ലെങ്കിൽ, അതുപോലെ മൃഗങ്ങളൊന്നും ഇവിടെ ഇല്ലെങ്കിൽ, സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജറു, ശക്തമായ അദാബ് നിങ്ങൾക്ക് നൽകപ്പെടും.